മലയാള സിനിമയുടെ അമ്മ മുഖം ഇനി ഓർമ്മ. ഇന്നലെ അന്തരിച്ച കവിയൂർ പൊന്നമ്മയുടെ സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ നടന്നു. ചലച്ചിത്ര സാംസ്കാരിക സാമൂഹ്യ മേഖലയിലെ നിരവധി പേരുടെ ആദരാഞ്ജലികൾ ഏറ്റുവാങ്ങിയാണ് മലയാള സിനിമയുടെ പകരം വയ്ക്കാനില്ലാത്ത അമ്മ വാത്സല്യം മടങ്ങുന്നത്. ഇന്നലെ വൈകിട്ട് 5:30 കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് കവിയൂർ പൊന്നമ്മ അന്തരിച്ചത്. വാർദ്ധക്യസഹജമായ അസുഖത്തെ തുടർന്ന് 1 വർഷമായി ചികിത്സയിലായിരുന്നു. കവിയൂർ പൊന്നമ്മയെ ചികിത്സിച്ച സ്വകാര്യ ആശുപത്രിയിലും കളമശ്ശേരി മുനിസിപ്പൽ ടൗൺ ഹാളിലും പൊതുദർശനത്തിന് വെച്ച ഭൗതിക ശരീരത്തിൽ ചലച്ചിത്ര സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലുള്ളവർ അന്ത്യോപചാരം അർപ്പിച്ചു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, മന്ത്രി പി രാജീവ്, നടന്മാരായ മോഹൻലാൽ, മമ്മൂട്ടി, സിദ്ദിഖ്, ദിലീപ് തുടങ്ങിയവർ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയിരുന്നു. തുടർന്ന് ആലുവയിലെ വീട്ടുവളപ്പിൽ സംസ്കാരം. ഒരു നാടിന്റെയാകെ ആദരം ഏറ്റുവാങ്ങി 4 മണിയോടെ ഔദ്യോഗിക ബഹുമതികളോടെ കവിയൂർ പൊന്നമ്മയുടെ ഭൗതിക ശരീരം സംസ്കരിച്ചു. സഹോദരൻ മനോജാണ് ചിതയ്ക്ക് തീ കൊളുത്തിയത്. ഗായികയായി കലാജീവിതം ആരംഭിച്ച് നാടകത്തിലൂടെ അഭിനേത്രിയായി സിനിമയിലെത്തിയ പൊന്നമ്മ 1000-ഓളം സിനിമകളിൽ അഭിനയിച്ചു. മേഘതീർത്ഥം എന്ന ചിത്രത്തിലൂടെ നിർമ്മാതാവായി. മികച്ച സഹനടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 4 വട്ടം പൊന്നമ്മയെ തേടിയെത്തി. 8 സിനിമകളിൽ പിന്നണി ഗായികയായ കവിയൂർ പൊന്നമ്മ 25-ലേറെ ടെലിവിഷൻ പരമ്പരകളിലും വേഷമിട്ടിരുന്നു. കലാകേരളത്തിന്റെ സ്നേഹം ഏറ്റുവാങ്ങി കവിയൂർ പൊന്നമ്മ മടങ്ങുമ്പോൾ മലയാള സിനിമയിൽ നിന്ന് ഒരു വാത്സല്യ മുഖം കൂടി മാഞ്ഞു പോവുകയാണ്. ജനം, കൊച്ചി.